ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ശക്തമായ സാന്നിധ്യം അറിയിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് കൊയിലാണ്ടി കീഴരിയൂർ വാട്സ്ആപ്പ് കൂട്ടായ്മ. 100 അംഗ കൂട്ടായ്മ നന്മ നിറഞ്ഞ സമീപനങ്ങളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പുത്തൻ വഴി തേടുകയാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. നഗരത്തിലെ ലാപ്ടോപ്പ് മോഷ്ടാക്കളും കഞ്ചാവ് വിൽപ്പനക്കാരും പോലീസ് പിടിയിൽ. പ്രതികൾ പിടിയിലായത് പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ആർട്ടിസാൻസ് യൂണിയൻ കളക്ടറേറ്റ് ധർണയും മാർച്ചും. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ഓർമ്മ പുതുക്കി നഴ്സസ് വാരാചരണ പരിപാടികൾക്ക് തുടക്കം. പരിപാടികൾ മെയ് 6 മുതൽ 12 വരെ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് നിന്നും പുറപ്പെടുന്ന ലക്ഷറി ബസ് യാത്രക്കാരിൽ നിന്നും സ്ഥിരമായി ലാപ്ടോപ്പ് മോഷ്ടിക്കുന്ന കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി മീര നിവാസിൽ പി സജേഷിനെ തന്ത്രപരമായ നീക്കത്തിലൂടെ പോലീസ് വലയിലാക്കി. സമാനമായ രീതിയിൽ ഫറോക്ക് പഴയ പാലത്തിനടിയിൽ വെച്ച് 9.5 കിലോ കഞ്ചാവുമായി 2 പയ്യാനക്കൽ സ്വദേശികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സൌത്ത് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിൽ ഒരു വിഭാഗം പോലീസുകാർ ഷാഡോ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ വിദഗ്ധമായ നീക്കത്തിലൂടെയാണ് പ്രതികൾ പിടിയിലായതെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് മെഫീസൽ ബസ് സ്റ്റാൻഡ്, പാളയം ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് രാത്രികാലങ്ങളിൽ പുറപ്പെടുന്ന ദീർഘദൂര ലക്ഷറി ബസ്സുകളിൽ നിന്നും ലാപ്ടോപ്പ് സ്ഥിരമായി മോഷ്ടിക്കുന്ന പ്രതിയെയാണ് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. 2015 ഫെബ്രുവരി മാസം വിപിൻ രാജ് എന്നയാളുടെ 90,000 രൂപ വില വരുന്ന ആപ്പിൾ മാർക്ക് ബുക്ക് പ്രോ ലാപ്ടോപ്പും ഡെൽ കമ്പനിയുടെ ഒരു ലാപ്ടോപ്പും 4 ഹാർഡ് ഡിസ്കുകളും കളവുപോയ പരാതിയിൽ കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നുള്ള അന്വേഷണമാണ് പ്രതി വലയിലാവാൻ കാരണമായത്. അന്വേഷണം തുടരവെ കേസിൽ ഉൾപ്പെട്ടതായ കളവ് മുതൽ സഹിതം ഒരാൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഫ്ളാഷ് മൊബൈൽ ഷോപ്പിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിട്ടുള്ള വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കസബ പ്രിൻസിപ്പൽ SI BK സിജുവിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങൾ കണ്ണൂരിലെത്തി പ്രതിയായ കൂത്തുപറമ്പ് മീര നിവാസിൽ പി സജേഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സജേഷ് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ്. ആളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളിൽ നിന്ന് ഇതുകൂടാതെ 12ഓളം ലാപ്ടോപ്പുകളും 3 ഹാർഡ് ഡിസ്കുകളും നമ്മൾ കണ്ടെടുത്തു. ഇയാൾ സ്ഥിരമായിട്ട് ലക്ഷറി ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്ത് ലാപ്ടോപ്പ് മോഷണം നടത്തുന്ന പതിവാക്കിയ ആളാണ്. കഞ്ചാവ് വേട്ടയുടെ കാര്യത്തിലും സമാനമായ രീതിയിലാണ് 2 പ്രതികളെ ഫറോക്ക് പഴയ പാലത്തിനടിയിൽ വെച്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പയ്യാനക്കൽ സ്വദേശികളായ കല്ലായി ചാമുണ്ടിവളപ്പ് അബിനാസ് PT, കല്ലായി ചാമുണ്ടിവളപ്പ് നാസർ എന്നിവരാണ് 10 കിലോ കഞ്ചാവുമായി സിറ്റി പോലീസ് കമ്മീഷണർ PA വത്സൻ അറസ്റ്റ് ചെയ്തത്. പതിവായി കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും ഫറോക്ക്, കല്ലായി എന്നിവിടങ്ങളിലെ ചെറുകിട കഞ്ചാവ് വിൽപ്പനക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ഷാഡോ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ അകത്തായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും തേനി ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗങ്ങളിലെ ചെറുകിട കഞ്ചാവ് വിൽപ്പനക്കാർക്ക് വിൽപ്പനയ്ക്കായി എത്തിച്ചു കൊടുക്കുന്നതായും സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികളെയും കേന്ദ്രീകരിച്ച് 25 ഗ്രാം 50 ഗ്രാം പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്നതും ഇവർ തന്നെയാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. പയ്യാനക്കൽ സ്വദേശികളായ നാസർ, അബിനാസ് എന്നീ 2 പേരെ 9.5 കിലോ കഞ്ചാവുമായിട്ട് ഇന്ന് ഫറൂഖ് പഴയ പാലത്തിന് ചോട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്താണ്. ഇവരെ കമ്പം തേനി ഭാഗത്തു നിന്ന് 10 കിലോ 20 കിലോ കൊണ്ടുവന്ന് ഹോൾസെയിലായിട്ട് കോഴിക്കോട് വിൽപ്പന നടത്തുന്ന ആൾക്കാരാണ്. പിടികൂടിയ കഞ്ചാവിന് ചില്ലറ വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുമെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധ സമരം നടത്തിയത്. കേരള ആർട്ടിസാൻസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PT രാജൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ വിവിധ തൊഴിലാളി വിഭാഗങ്ങൾക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന വിമുഖത കാരണം നിരവധി തൊഴിലാളികളാണ് പട്ടിണിയെ അഭിമുഖീകരിക്കുന്നത്. വിവിധ മേഖലകളിലെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CITU ആർട്ടിസാൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 28, 29 തീയതികളിൽ വാഹന പ്രചരണ ജാഥ നടത്തിയത്. സർക്കാരിന്റെ വികലമായ നയങ്ങൾ തിരുത്തണമെന്നും മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്നും യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PT രാജൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ഫണ്ട് ട്രഷറികളിൽ നിക്ഷേപിക്കണമെന്ന ഗവൺമെന്റ് ഉത്തരവ് പിൻവലിക്കുക, ആർട്ടിസാൻസുകൾക്ക് പ്രത്യേക വകുപ്പും മന്ത്രാലയവും അനുവദിക്കുക, എല്ലാ ക്ഷേമനിധികളുടെയും പെൻഷൻ 2000 രൂപയാക്കുക, ഗ്രാറ്റുവിറ്റി പുനഃസ്ഥാപിക്കുക, ആറ്റ്കോയെ ഗവൺമെന്റ് കോൺട്രാക്ട് ഏജൻസിയായി അംഗീകരിക്കുക, ആർട്ടിസാൻസ് കോർപ്പറേറ്റ് വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുവാൻ പലിശരഹിത വായ്പ അനുവദിക്കുക, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് ഗവൺമെന്റ് ഗ്രാന്റ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടന സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. PM മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P ബാലക്കുറുപ്പ് സ്വാഗതം പറഞ്ഞു. MK രാജേന്ദ്രൻ, A ബാലൻ, PT രാജൻ, P ബാബു, PM മുഹമ്മദ്, കൃഷ്ണൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നഴ്സസ് വാരാചരണം 2015ന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് അറോറ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രിൻസിപ്പൽ ഇൻചാർജ് K രമാദേവി ഉദ്ഘാടനം ചെയ്തു. മെയ് 6 മുതൽ 12 വരെയാണ് നഴ്സസ് വാരാചരണ പരിപാടികൾ നടക്കുക. ആതുര സേവന രംഗത്ത് വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നഴ്സസ് വാരാചരണത്തിന് കോഴിക്കോട്ട് തുടക്കമായി. മെയ് 6 മുതൽ 12 വരെയാണ് ഈ വർഷം നഴ്സസ് വാരാചരണം സംഘടിപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജ് അറോറ ഓഡിറ്റോറിയത്തിൽ നടന്ന വാരാചരണത്തിന്റെ ഉദ്ഘാടനം നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് K രമാദേവി നിർവഹിച്ചു. ജില്ലാ നഴ്സിംഗ് ഓഫീസർ VM ശോഭന പതാക ഉയർത്തിയതോടുകൂടിയാണ് വാരാചരണത്തിന് തുടക്കമായത്. തുടർന്ന് നഴ്സസ് റാലി നടന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ MCH നഴ്സിംഗ് ഓഫീസർ EK ആനി സ്വാഗതം പറഞ്ഞു. അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് M അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോഹനൻ, NMCH സൂപ്രണ്ട് ഡോക്ടർ ശ്രീജൻ MP, KMCH സൂപ്രണ്ട് ഡോക്ടർ MK മോഹൻകുമാർ, പ്രൊഫസർ KM പൊന്നമ്മ, MCH ഓഫീസർ CK ഏലിയാമ്മ, ജില്ലാ നഴ്സിംഗ് ഓഫീസർ T കേശവൻ, നഴ്സിംഗ് സൂപ്രണ്ട് CN സരസമ്മ, റെഡ് ക്രസന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ അരുൾമലർ N, ഹെഡ് നഴ്സ് പങ്കജാക്ഷി, IMCH നഴ്സിംഗ് ഓഫീസർ KN ഗീതാമണി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. വ്യാഴാഴ്ച കായിക മത്സരങ്ങളും വെള്ളിയാഴ്ച സന്നദ്ധ സാമൂഹ്യ സേവന ദിനത്തിന്റെ ഭാഗമായുള്ള തിരുവമ്പാടി മുത്തപ്പൻപുഴ ട്രൈബൽ കോളനി സന്ദർശനവും ശനിയാഴ്ച കലാമത്സരങ്ങളും അരങ്ങേറും. നഴ്സസ് ദിനാചരണത്തിന്റെ സമാപന സമ്മേളനം ചേവായൂർ സിജി ഓഡിറ്റോറിയത്തിൽ മെയ് 12-ന് MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്യും. നന്മപക്ഷത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയപ്പോൾ കീഴരിയൂർ കോഴിത്തുമ്മൽ നിഖിലിന് പുരവെക്കാൻ സ്ഥലമായി. കീഴരിയൂർ വാട്സ്ആപ്പ് കൂട്ടായ്മയും പഞ്ചായത്തും സ്വരൂപിച്ച തുകയാണ് ഭൂമി വാങ്ങാൻ വിനിയോഗിച്ചത്. പഠനത്തിനും ചികിത്സയ്ക്കുമുള്ള സഹായത്തിനായി സുമനസുകളെ കാത്തിരിക്കുകയാണ് ഈ 16-കാരൻ. നെല്ലിയാടി പുഴയോരത്തെ ഓലപ്പുരയുടെ ഉമ്മറക്കോലായിൽ നിഖിൽ എന്ന 16 വയസ്സുകാരൻ കാത്തിരിക്കുകയാണ് തന്റെ ചികിത്സയ്ക്കും പഠനത്തിനും സഹായവുമായി എത്തുന്നവരെ. കീഴരിയൂർ കോഴിത്തുമ്മൽ ബാലന്റെയും ഭാരതിയുടെയും മകനായ നിഖിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപൂർവ രോഗത്തിന് അടിമപ്പെടുന്നത്. നിന്നിടത്തുനിന്നും ഇടയ്ക്കിടെ വീഴുന്ന രോഗമാണ് ആദ്യം വന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വീട്ടുകാർ നിഖിലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ നിന്നും ഇഞ്ചക്ഷൻ മാറിയതാണ് മകന്റെ രോഗം ഭേദമാകാതിരിക്കാൻ കാരണമെന്ന് ബാലൻ പറയുന്നു. സ്വന്തം നടക്കുന്നേരം കൊഞ്ഞുകൊണ്ട് അങ്ങനെ ആ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത്. അത് അവിടുന്ന് ഇഞ്ചക്ഷൻ മാറി. പിന്നെ ഒരു വാരം 2 കൊല്ലം ശരിയാക്കി തരാനാണ്. പിന്നെ ഞാൻ കൊണ്ടുപോയി. അന്നേരം നോക്കുന്നവർ ആദ്യം കാണിച്ച ഡോക്ടർ ഇല്ല. അവിടെ വേറെ ആൾ പറഞ്ഞു വേറെ എവിടെയും കാണിക്കണം. തുടർന്ന് ഹോമിയോ ചികിത്സ നടത്തിയെങ്കിലും സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ കൂലിപ്പണിക്കാരനായ ബാലന് മകന്റെ ചികിത്സ തുടരാൻ കഴിഞ്ഞില്ല. 8ാം ക്ലാസ് വരെ അധ്യാപിക വീട്ടിലെത്തി നിഖിലിനെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഇതും നിലച്ചു. ഇപ്പോൾ ഇരുന്നിടത്തുനിന്നും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിഖിൽ.
മഴ പെയ്താൽ വെള്ളം കയറുന്ന വീട്ടിലാണ് നിഖിലും കുടുംബവും താമസിക്കുന്നത്. ഇവരുടെ ദുരിതം മനസ്സിലാക്കി പഞ്ചായത്ത് അധികൃതരും കിഴരിയൂർ വാട്സാപ്പ് കൂട്ടായ്മയും നാട്ടുകാരും ചേർന്ന വീടിനായൊരു സ്ഥലം തൊട്ടടുത്ത പ്രദേശത്തു തന്നെ വാങ്ങി നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് ഇടപെട്ട് വീടും നിർമ്മിച്ചു നൽകും. എന്നാൽ അപ്പോഴും നിഖിലിന്റെ ചികിത്സയും പഠനവും വഴിമുട്ടി നിൽക്കുകയാണ്. മികച്ച ചികിത്സ ലഭ്യമാക്കിയാൽ ഒരുപക്ഷെ നിഖിലിന് പഴയ പോലെ കൂട്ടുകാരോടൊപ്പം ഓടിച്ചാടി നടന്ന് സ്കൂളിൽ പോകാൻ കഴിയും. നന്മയുടെ ഉറവ് പറ്റാത്ത മനസ്സുകളൊന്നിച്ചാൽ അത് സാധ്യവുമാകും. നിഖിലിന്റെ ദയനീയാവസ്ഥ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നന്മപക്ഷത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ് മുഖാമുഖ സംവാദങ്ങളില്ലാതെ വാട്സാപ്പ്, ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ. ശക്തമായ സാന്നിധ്യം അറിയിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇറങ്ങിച്ചെല്ലുകയാണ് കീഴരിയൂർ എന്ന വാട്സാപ്പ് കൂട്ടായ്മ. പദ്ധതികൾ കൊണ്ട് പ്രളയം തീർക്കുമ്പോഴും കാണാതെ പോകുന്ന ജീവിത പ്രയാസങ്ങൾ ജനകീയ കൂട്ടായ്മയിലൂടെ കണ്ടെത്തുകയും അവ നിറവേറ്റാൻ ഈ കൂട്ടായ്മയിലെ 100 അംഗങ്ങൾ ഒരുമിക്കുകയും ചെയ്യുകയാണിവിടെ. ഇവരുടെ നന്മ നിറഞ്ഞ സമീപനത്തിലൂടെ മറുപടി നൽകിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പുത്തൻ വഴി തേടുകയാണ് കൊയിലാണ്ടിയിലെ ഈ വാട്സാപ്പ് കൂട്ടായ്മ. ഈ വാട്സാപ്പ് കൂട്ടായ്മ വാങ്ങി നൽകിയ ഭൂമിയുടെ രേഖകൾ മേലടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മനത്താനത്ത് നിഖിലിന്റെ കുടുംബത്തിന് കൈമാറി. സർക്കാർ 2009 ജൂലൈയിൽ ഇറക്കിയ വിജ്ഞാപനത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തി ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ നേതൃത്വത്തിൽ വ്യാഴാഴ്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ബസ്സുകളുടെയും പെർമിറ്റുകൾ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 7-ന് 11 മണിക്ക് ബസ് ഉടമകളും കുടുംബാംഗങ്ങളും തൊഴിലാളികളും കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. സി മോയിൻകുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ അതിന്റെ കാലാവധി തീരുന്ന മുറയ്ക്ക് നഷ്ടപ്പെടുമെന്ന ഭീഷണിയിലാണ്. സ്വകാര്യ ബസ് പെർമിറ്റുകൾ ഇല്ലാതാകുന്നതോടെ സംസ്ഥാനത്തെ യാത്രാക്ലേശം രൂക്ഷമാകും. ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ബസ് ഉടമകൾ നിരാലംബരാവുകയും 10,000-കണക്കിന് ജീവനക്കാർക്ക് തൊഴിലവസരം നഷ്ടമാവുകയും ചെയ്യും. ഇത്തരമൊരു അവസ്ഥ ഒഴിവാക്കുവാൻ ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. MK സുരേഷ് ബാബു, PN ജോണി, MA സാജു, A അബ്ദുൽ നാസർ, AC ബാബുരാജ്, MKP മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരപരിപാടികൾ ആരംഭിക്കുന്നത്. വാർത്തകളിൽ ഇടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ. ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്. മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. ജൈവ കൃഷിയെക്കുറിച്ചും വീട്ടുപരിസരത്തെ ആവശ്യമായ വിളകൾ വിളയിച്ചെടുക്കുന്നതിനെക്കുറിച്ചും അവബോധം ഉണ്ടാക്കുന്നതിനായി ജൈവ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൃഷി ഓഫീസർ KV നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. രാസകീടനാശിനി കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണവും പരിശീലന ക്ലാസും സംഘടിപ്പിച്ചത്. കോഴിക്കോട്ടെ കൃഷിക്കാരുടെയും വ്യാപാരികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് ഡിസ്ട്രിക്ട് അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് മർക്കന്റൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ജൈവ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. KAM കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ കൃഷി ഓഫീസർ KV നൌഷാദ് ജൈവ കൃഷിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. സൊസൈറ്റി ചെയർമാൻ രമേശ് മരുതാട് അധ്യക്ഷനായിരുന്നു. ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് CP അജയകുമാർ, P പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. കുഞ്ഞു മാണിക്യത്തിന്റെ ഭൗതിക ശരീരം ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്. ജീവിച്ചിരിക്കുമ്പോൾ മാണിക്യം പ്രകടിപ്പിച്ച ആഗ്രഹമാണ് നാട്ടുകാരും വീട്ടുകാരും നിറവേറ്റിയത്. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായാണ് മൃതദേഹം വിട്ടുകൊടുത്തത്. ജീവിക്കുമ്പോൾ കുഞ്ഞുമാണിക്യം പ്രകടിപ്പിച്ച ആഗ്രഹം ബന്ധുക്കൾ നിറവേറ്റി. ചൊവ്വാഴ്ച രാവിലെ അന്തരിച്ച പൊയിൽക്കാവ് വളപ്പിൽ കുഞ്ഞുമാണിക്യത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് നൽകിയാണ് ബന്ധുക്കൾ ആഗ്രഹം നിറവേറ്റിയത്. കുഞ്ഞുമാണിക്യത്തിന് മരിക്കുമ്പോൾ 76 വയസ്സായിരുന്നു.
തികച്ചും സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായിരുന്നു കുഞ്ഞുമാണിക്യം. അവര് മരണാനന്തരം മെഡിക്കൽ കോളേജിന് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്റെ ശരീരം നൽകണമെന്ന് ജീവിച്ചിരിക്കുന്ന കാലത്തെടുത്ത തീരുമാനം വളരെ നന്മയുള്ളതാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ആ നന്മയുള്ള ആ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണമെന്നും ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് അന്തരിച്ചത്. പരേതനായ ശങ്കരനാണ് ഭർത്താവ്. പരേതനായ ശിവദാസൻ, രാമചന്ദ്രൻ എന്നിവർ മക്കളാണ്. ജനവാസ കേന്ദ്രത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയതിനെതിരെ നാട്ടുകാർ ജനകീയ പ്രക്ഷോഭത്തിലേക്ക്. സിവിൽ സ്റ്റേഷന് സമീപം ചുള്ളിയോട് വയലിലാണ് ഇരുളിന്റെ മറവിൽ നിക്ഷേപിച്ച മാലിന്യം ജനജീവിതം ദുസ്സഹമാക്കുന്നത്. ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിൽ ഇടയ്ക്കിടെ മാലിന്യം തള്ളുന്നത് തടയാൻ ക്യാമറ നിരീക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മാലിന്യം വീണ്ടും കൊണ്ടു തള്ളിയത്. സിവിൽ സ്റ്റേഷന് സമീപം ചുള്ളിയോട് റോഡിൽ ചുള്ളിയോട് വയലിലാണ് ഇരുളിന്റെ മറവിൽ കക്കൂസ് മാലിന്യങ്ങൾ വെള്ളക്കെട്ട് നിറഞ്ഞ പ്രദേശത്ത് കൊണ്ടുവന്ന് തള്ളിയത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ ചുള്ളിയോട് ഏരിയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും മാലിന്യങ്ങൾ തള്ളിയത്. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ അവസ്ഥയും കാടും പൊന്തയും നിറഞ്ഞ് റോഡിന് ഇരുവശവും ഇരുൾ മൂടിക്കിടക്കുന്ന സാഹചര്യവും മുതലെടുത്ത് ഇവിടെ മാലിന്യങ്ങൾ തള്ളാൻ തെരഞ്ഞെടുക്കുന്നതെന്ന ആരോപണമാണ് നാട്ടുകാർ ശക്തമായി ഉന്നയിക്കുന്നത്. പല ദൂരസ്ഥലങ്ങളിൽ നിന്നായി ചത്ത മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെയെത്തി നിക്ഷേപിച്ച് പോകുന്നവർക്ക് താക്കീതായി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ബാനറിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് മാലിന്യ നിക്ഷേപം ഇവിടെ നിർലോഭം നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്തെ കിണറുകൾ മലിനമാവാനും മാരക രോഗങ്ങൾ പടർന്നു പിടിക്കാനും വരെ കാരണമാകുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന കക്കൂസ് മാലിന്യ നിക്ഷേപമെന്നും ചുള്ളിയോട് ഏരിയ റെസിഡൻസ് അസോസിയേഷൻ അംഗമായ രവികുമാർ പറഞ്ഞു. ഇടക്കാലത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് ഈ ചതുപ്പ് നിലത്ത് വൻതോതിൽ മാലിന്യ നിക്ഷേപം നടന്നതായി നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടത്. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കാനും പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കാനുമാണ് അസോസിയേഷന്റെ തീരുമാനം. കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിലെ സമ്പൂർണ്ണ ജൈവ കാർഷിക മണ്ഡല പദ്ധതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാല പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. 2016 ജൈവ കാർഷിക സംസ്ഥാനമായി കേരളം മാറുന്നതിന് മുന്നോടിയായാണ് കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഏകദിന ശില്പശാല നടക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ സംഘടിപ്പിച്ചത്. MLA പ്രദീപ് കുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൾ ലത്തീഫ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S ഷീല, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ കുഞ്ഞുണ്ണി, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോഹനൻ, കമല രഘുനാഥ്, PK ശശീന്ദ്രൻ, കൃഷി ഫീൽഡ് ഓഫീസർ ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയർഡ് കൃഷി ജോയിന്റ് ഡയറക്ടർ P വിക്രമൻ ജൈവകൃഷി രീതികൾ, സംശയങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംസാരിച്ചു. സുപ്രസിദ്ധ മർമ്മ ചികിത്സാ വിദഗ്ധൻ ഉസ്താദ് CMM ഗുരുക്കൾ അനുസ്മരണവും സ്ത്രീകൾക്കായുള്ള നവീകരിച്ച പഞ്ചകർമ്മ യൂണിറ്റിന്റെ ഉദ്ഘാടനവും ചെലവൂർ SDK അങ്കണത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. KN കുഞ്ഞഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെലവൂർ SDK ഹെൽത്ത് കോംപ്ലക്സ് ചൂരക്കൊടി കളരി സംഘം സ്ഥാപകനും പ്രധാന ഗുരുവും മർമ്മ ചികിത്സാ വിദഗ്ധനുമായിരുന്ന ഉസ്താദ് CMM ഗുരുക്കളുടെ 10ാം ചരമവാർഷിക ദിനാചരണ പരിപാടികളുടെ ഭാഗമായാണ് അനുസ്മരണ സമ്മേളനവും സ്ഥാപനത്തിൽ നവീകരിച്ച പഞ്ചകർമ്മ യൂണിറ്റിന്റെ ഉദ്ഘാടനവും സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് വനിതാ വിഭാഗമാണ് സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. SDK അങ്കണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പഞ്ചകർമ്മ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ വിമർശകൻ പ്രൊഫസർ KN കുഞ്ഞഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുസ്മരണങ്ങൾ ഒരു തരത്തിൽ മറവിയെ പ്രതിരോധിക്കലാണെന്നും അതൊരു സാംസ്കാരിക പ്രവർത്തനവും മാനവിക പ്രവർത്തനവുമാണെന്നും KN കുഞ്ഞഹമ്മദ് പറഞ്ഞു. നമ്മുടെ അനുസ്മരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, ഒരു മാനവിക പ്രവർത്തനമാണ്. അതുകൊണ്ട് ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ആദ്യമായി SDK ജനറൽ മാനേജർ A മൂസ ഹാജി സ്വാഗതം പറഞ്ഞു. മാനേജിംഗ് പാർട്ണർ ഡോക്ടർ സഹീർ അലി അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ഉസ്താദ് CMM ഗുരുക്കളുമായി ബന്ധപ്പെട്ട എക്സിബിഷന്റെ ഉദ്ഘാടനം സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി നിർവഹിച്ചു. കൌൺസിലർമാരായ ഷിനോജ് കുമാർ, MP ഹമീദ്, ആഷിഖ് ചെലവൂർ, EM രവി, ഡോക്ടർ PMA ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്ത്രീരോഗ ചികിത്സകൾ ആയുർവേദ വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ AMAI വനിതാ വിഭാഗം ചെയർപേഴ്സൺ ഡോക്ടർ എലിസബത്ത് ഷൈനി സംസാരിച്ചു.
വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ. ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്. മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. വാർത്തകൾ തുടരുന്നു. പുസ്തകങ്ങളെ വിപണിയിലെ ഉൽപ്പന്നങ്ങളായി മാത്രം കാണുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്ന് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ. ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതി നേതൃത്വത്തിൽ കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കുന്ന പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദർശന വിൽപ്പന 8 വരെ തുടരും. ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തളി കണ്ടംകുളം ജൂബിലി ഹാളിൽ പുസ്തകോത്സവം ആരംഭിച്ചു. എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരന് ഈ സമൂഹത്തിൽ സ്ഥാനമില്ല. സരിതയുടെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ ആളുണ്ട്. എഴുത്തുകാരനെ ആർക്കും വേണ്ട. സച്ചിനാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പുസ്തകങ്ങളെ വിപണിയിലെ ഉൽപ്പന്നങ്ങളായി മാത്രം കാണുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എൻ ശങ്കരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി കെ ചന്ദ്രൻ, ബി സുരേഷ് ബാബു, സി കുഞ്ഞമ്മദ്, എ ഗംഗാധരൻ നായർ, ജോസ് മാത്യു, കെ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. 100-ലധികം പ്രാസാദകരും 500ഓളം ലൈബ്രറികളും പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് സാംസ്കാരിക സംവാദം നടന്നു. സോമൻ മുതുവന അധ്യക്ഷം വഹിച്ചു. കൽപ്പറ്റ നാരായണൻ, രാജേന്ദ്രൻ എടത്തുങ്കര എന്നിവർ സംബന്ധിച്ചു. 7 വ്യാഴാഴ്ച 4 മണിക്ക് പുസ്തക ചർച്ച നടക്കും. KR മീരയുടെ ആരച്ചാറിനെ കുറിച്ചുള്ള ചർച്ചയിൽ കെ ഗീത അധ്യക്ഷം വഹിക്കും. 8-നാണ് പുസ്തകോത്സവം സമാപിക്കുന്നത്. കോർപ്പറേഷനും അശ്വിനി ബാങ്ക് മൻസ് ഫിലിം സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ദേശീയ ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് നളന്തയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും ഡെലിഗേറ്റ് പാസുകളും വിതരണവും മേയർ AK പ്രേമജം നിർവഹിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ ചെലവൂർ വേണു അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് ടൗൺ ഹാളിൽ ഈ മാസം 12 മുതൽ 16 വരെ നടക്കുന്ന സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഇത്തവണത്തെ ദേശീയ ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് നളന്തയിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ ഡെലിഗേറ്റ് പാസ് പുതുക്കുടി ബാലചന്ദ്രൻ നൽകി. ഡെലിഗേറ്റ് പാസുകളുടെ വിതരണോദ്ഘാടനവും മേയർ നിർവഹിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ ചെലവൂർ വേണു അധ്യക്ഷം വഹിച്ചു. മേളയുടെ ജനറൽ കൺവീനർ KJ തോമസ്, PRD ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ സംഘാടക സമിതി ഓഫീസിൽ നിന്ന് ഡെലിഗേറ്റ് പാസുകൾ വിതരണം ചെയ്തു. 100 രൂപയാണ് ഡെലിഗേറ്റ് ഫീസ്. പാസ് ആവശ്യമുള്ളവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായാണ് എത്തേണ്ടത്. കോഴിക്കോട് കോർപ്പറേഷനും അശ്വിനി ഫിലിം സൊസൈറ്റിയും ബാങ്ക്മാൻസ് ഫിലിം സൊസൈറ്റിയും ചേർന്നാണ് ദേശീയ ചലച്ചിത്രോത്സവത്തിന് ആതിഥ്യമരുളുന്നത്. ഇക്കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഭാഷകളിൽ ഉണ്ടായതും ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതും രാജ്യാന്തര മേളകളിൽ പങ്കെടുത്തതുമായ ഏറ്റവും ശ്രദ്ധേയമായ 20 ഇന്ത്യൻ സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. ദിവസം 4 സിനിമകൾ വീതം പ്രദർശിപ്പിക്കും. വിവിധ വിഷയങ്ങളെ അധികരിച്ച് 3 സെമിനാറുകളും നടക്കുന്നുണ്ട്. ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും വിശകലനം ചെയ്യാൻ മാത്രം സമ്പന്നമാണ് മാർക്സിസം എന്ന് എഴുത്തുകാരനും മുൻ MP-യുമായ P രാജീവ്. TV മധു എഡിറ്റ് ചെയ്ത് റാസ്ബെറി ബുക്സ് പ്രസിദ്ധീകരിച്ച മാർക്സ് വായനകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൽപ്പറ്റ നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി. TV മധു എഡിറ്റ് ചെയ്ത് റാസ്ബെറി ബുക്സ് പ്രസിദ്ധീകരിച്ച മാർക്സ് വായനകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരനും മുൻ MP-യുമായ P രാജീവ് പ്രകാശന കർമ്മം നിർവഹിച്ചു. കാറൽ മാർക്സ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടേണ്ട കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും വിശകലനം ചെയ്യാൻ മാത്രം സമ്പന്നമാണ് മാർക്സിസം. ചിന്ത മരിക്കാതിരിക്കുന്നത് അതിന്റെ പ്രായോഗികതയെ അടിസ്ഥാനമാക്കിയാണ്. മാർക്സ് ചിന്ത പ്രയോഗത്തിന്റെ ദർശനമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് വായന വ്യത്യസ്തമാകുന്നത്. വായന കേവലമായ വായനയല്ല. മാർക്സിന്റെ വായന 1818 വായനയല്ല. കൽപ്പറ്റ നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി. ഫാസിസം, ജീവിതം, ചിന്ത, പ്രതിരോധം എന്ന വിഷയത്തിൽ വി സനൽ പ്രഭാഷണം നടത്തി. ഇ രാജേഷ് സംസാരിച്ചു. തുടർന്ന് മാർക്സ് സോഹയിൽ എന്ന നാടകം VC ഹാരിസ് അവതരിപ്പിച്ചു. കേരളത്തിലെ ഇരുമുന്നണികളും പരസ്പര സഹായ സഹകരണ സംഘങ്ങളെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ.
കേരളത്തിലെ ദുർഭരണത്തിനും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനുമെതിരെ BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് നയിച്ച രാഷ്ട്രീയ പ്രചരണ ജാഥയുടെ സമാപനം കൊയിലാണ്ടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാദാപുരത്തെ പ്രതികൾക്ക് പെട്ടെന്ന് ജാമ്യം ലഭിക്കാനാവശ്യമായ പശ്ചാത്തല സൌകര്യമൊരുക്കിയ CPM നേതൃത്വം 2 പഞ്ചായത്തിൽ നടത്തിയ ബന്ദ് ആഹ്വാനം സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് പറഞ്ഞു. BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊയിലാണ്ടിയിൽ നടന്ന സമാപന സമ്മേളനം BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ ഉദ്ഘാടനം ചെയ്തു. UDFന്റെ ദുർഭരണത്തെക്കുറിച്ച് LDF ചർച്ച ചെയ്യുന്നില്ല, സമരം നടത്തുന്നില്ല. ഇവര് ഒരു പരസ്പര സഹായ സഹകരണ മുന്നണിയായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് കൊയിലാണ്ടി മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. പയ്യോളി, തിക്കോടി, നന്ദി, കാട്ടിലെ പീടിക, ചെങ്ങോട്ടുകാവ്, കൊയിലാണ്ടി എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം. സ്വീകരണ കേന്ദ്രങ്ങളിൽ BJP യുവമോർച്ച നേതാക്കളായ TP ജയചന്ദ്രൻ, KT വിപിൻ, R മഞ്ജുനാഥ്, K പ്രേംജിത്ത്, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ എന്നിവർ സംസാരിച്ചു. K ഫൽഗുനൻ, വായനാരി വിനോദ്, PK ഉണ്ണികൃഷ്ണൻ, VK ജയൻ, KV സുരേഷ്, അഖില പന്തലായിനി എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 30-ന് മുതലക്കുളത്തു നിന്നും BJP ദേശീയ സെക്രട്ടറി H. രാജ ഫ്ളാഗ് ഓഫ് ചെയ്ത ജാഥയാണ് ജില്ലയിലെ പ്രധാന 75 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കൊയിലാണ്ടിയിൽ സമാപിച്ചത്. വാർത്തകൾ ചുരുക്കത്തിൽ. ഭൂമിയെ മലിനമാക്കാതെ ഊർജ്ജം ലഭ്യമാക്കുന്ന ഉപകരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സത്വ സോളാർ എമർജൻസി ലൈറ്റുകൾ വിതരണം ചെയ്യുമെന്ന് സത്വ പ്രസിഡന്റ് MA ജോൺസൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓരോ ജില്ലയിലും ആദ്യം ബുക്ക് ചെയ്യുന്ന 1000 പേർക്ക് 2900 രൂപ വിലയുള്ള എമർജൻസി ലൈറ്റ് 1150 രൂപ സബ്സിഡിയോടുകൂടി 1750 രൂപയ്ക്ക് നൽകും. എമർജൻസി ആവശ്യമുള്ളവർ 8056573092 എന്ന നമ്പറിൽ ബുക്ക് ചെയ്യണം. പുഷ്പക സേവാ സംഘത്തിന്റെ 47ാം കേന്ദ്ര വാർഷിക സമ്പൂർണ്ണ സമ്മേളനം മെയ് 9-10 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. സൂര്യകാന്തി കല്യാണ മണ്ഡപം, സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് സമ്മേളന പരിപാടികൾ നടക്കുക. പൊതുസമ്മേളനം MK രാഘവൻ MPയും സാംസ്കാരിക സമ്മേളനം K. ജയകുമാറും ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിൽ കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ പ്രസംഗിക്കും. മാതൃത്വത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിക്കുക മാനവിക നന്മയ്ക്ക് എന്ന സന്ദേശവുമായി മെയ് 10-ന് ലോക മാതൃദിനത്തിൽ ഇൻക്രെഡിബിൾ ഇന്ത്യ വുമൺസ് സ്കൈ ടീമും ലയൺസ് ഡിസ്ട്രിക്ട് 318Eയും സംയുക്തമായി 100ഓളം അമ്മമാർക്ക് വേണ്ടി പട്ടം പറത്തൽ സംഘടിപ്പിക്കും. മെയ് 10-ന് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് ബീച്ചിലാണ് പട്ടം പറത്തൽ പരിപാടി നടക്കുക. താൽപര്യമുള്ളവർ 9746696097 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരെ കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി M. റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P. മാധവദാസ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് TK അബ്ദുൽ ഗഫൂർ, ഡോക്ടർ MP പത്മനാഭൻ, രമേശ് നമ്പ്യത്ത്, പ്രബനീഷ് കൊമ്പടത്ത്, AM അനിൽകുമാർ, കരിച്ചാലി പ്രേമൻ, VP ബഷീർ, രാജീവ് തിരുച്ചിറ, P. ശശിധരൻ, K. വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റാമ്പ് വെൻഡേഴ്സ് അസോസിയേഷൻ 12ാം സംസ്ഥാന സമ്മേളനം മെയ് 8-9 തീയതികളിൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. മെയ് 9-ന് പൊതുസമ്മേളനം കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദിഭാരതീയ ഫെഡറേഷൻ കേരളത്തിലെ പട്ടികജാതി വർഗ്ഗക്കാരിലെ 3 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റൽ താമസ സൌകര്യമൊരുക്കുന്നു. ഈ ആനുകൂല്യം ആവശ്യമുള്ളവർ സമിതിയുമായി ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളണമെന്ന് എഡ്യൂക്കേഷൻ ലോണീസ് വെൽഫെയർ ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് മെയ് 8-ന് രാവിലെ 10-ന് ചെറുട്ട് റോഡിലെ ഗാന്ധിഗൃഹത്തിൽ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിലെ ലാപ്ടോപ്പ് മോഷ്ടാക്കളും കഞ്ചാവ് വിൽപ്പനക്കാരും പോലീസ് പിടിയിൽ. പ്രതികൾ പിടിയിലായത് പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ആർട്ടിസാൻസ് യൂണിയൻ കളക്ടറേറ്റ് ധർണയും മാർച്ചും. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ഓർമ്മ പുതുക്കി നഴ്സസ് വാരാചരണ പരിപാടികൾക്ക് തുടക്കം. പരിപാടികൾ മെയ് 6 മുതൽ 12 വരെ.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.